ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നമ്മുടെ ശംഖുപുഷ്പത്തെ ശംഖുപുഷ്പം 2 കളറുണ്ട്, നീലയുണ്ട് വെള്ളയുണ്ട്. അതിൽ നീല ശംഖുപുഷ്പം നമ്മൾക്ക് ചായ ഇട്ട് കുടിക്കുക. അതായത് അതിൽ 3, 4, 5 പൂ എടുത്തിട്ട് കഴുകി നിലവർത്തി കഴുകി കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തോട്ടിട്ട് തിളപ്പിക്കുക. നിലവർത്തി തിളച്ചിട്ട് അരിച്ച് നമുക്ക് അതിൻ്റെ ഇല കളഞ്ഞിട്ട് നമുക്ക് കുടിക്കാം. നല്ലതാണ് കേട്ടോ. രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ കുടിക്കാം. അപ്പോൾ അതിനൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൂ ഇട്ട് തിളപ്പിക്കുന്ന ഒരു ടേസ്റ്റുണ്ട്. ബ്രൂവിൻ്റെ ഒരു ടേസ്റ്റുണ്ട് കേട്ടോ. അത് നല്ല ഒരു കുഴപ്പമില്ല, കുടിക്കാൻ നല്ല. ഞാനങ്ങനെ കുടിച്ചിട്ടുണ്ട്, നല്ലൊരു ഗുണം. പിന്നെ അതുപോലെ വെള്ള ശംഖുപുഷ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരെടുത്തിട്ട് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് ഒരു ഗ്ലാസ് പാലിനകത്ത് 1 സ്പൂൺ നീരിട്ടിട്ട് കലക്കി കുടിച്ച് നമ്മുടെ ഉള്ളിലുള്ള കൈവിഷം മാറാനും അത് ഉപയോഗിക്കും. ഇപ്പം അത് അങ്ങനെ 7 ദിവസം കഴിക്കണം കേട്ടോ. 7 ദിവസം വെറും വയറ്റിൽ കഴിക്കണം. 1 ഗ്ലാസ് പാലിനകത്ത് ഒഴിച്ചിട്ട് അതും വെള്ള ശംഖുപുഷ്പത്തിൻ്റെ വേര് മാത്രം എടുക്കണം, മറ്റേതല്ല. വെള്ള ശംഖുപുഷ്പത്തിൻ്റെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കൈവശം ഉപയോഗിച്ച് പോയിട്ടുണ്ട്, അത് പോകാനായിട്ട് ഉപകാരമായിരിക്കും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും കേട്ടോ.